ഇപ്പം ഞാനുള്ളത് ഉസ്ബെക്കിസ്ഥാനിലെ തഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയുടെ മെയിൻ ക്യാമ്പസിലാണ്. കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ MBBS പഠിക്കാൻ വേണ്ടി പോകുന്ന ഉസ്ബെക്കിസ്ഥാനിലെ തഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയിലെ മലയാളി സ്റ്റുഡൻസിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അവരോട് യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും ഹോസ്റ്റലിനെ കുറിച്ചിട്ടും കൺട്രീനെ കുറിച്ചിട്ടും ഇവിടെയുള്ള A to Z കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയണം. സോ ലെറ്റ്സ് ഗോ. കോളേജ് എങ്ങനെ ഉണ്ടായിരുന്നു? കോളേജിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഹാഷാണല്ലോ ഇവിടെ വന്ന ക്ലൈമറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഹെൽത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ക്ലാസ് എങ്ങനെയാണ്? രാവിലെ ടൈമിംഗ് എങ്ങനെയുണ്ടാവും? ബുക്സ് ഒക്കെ ഏതാ റെഫർ ചെയ്ത്? ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ആണോ അല്ലെങ്കിൽ റഷ്യൻ ഓതേഴ്സിൻ്റെ ആണോ? നമുക്ക് പേഷ്യൻസിനെ ടച്ച് ചെയ്യാൻ പറ്റുമോ ക്ലിനിക്സിൻ്റെ സമയത്ത്? ക്ലാസ്സുകൾ മനസ്സിലാവാറുണ്ട്, അണ്ടർസ്റ്റാൻഡബിൾ. ഇന്ത്യൻ ടീച്ചേഴ്സ് ഉണ്ട് അവിടെ. ഹോസ്റ്റൽ എങ്ങനെയുണ്ട് ഇവിടെ? ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റീസ് എന്തുകൊണ്ടാണ് തഷ്കന്ത് എടുക്കാൻ കാരണം? എങ്ങനെയുണ്ട് ഉസ്ബെക്കിസ്ഥാനിലെ ലൈഫ്? ഹായ്, കോളേജ് എങ്ങനെ ഉണ്ടായിരുന്നു? കോളേജിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മൾ വരുന്നതിന് മുമ്പ് കുറച്ചൊക്കെ റിസർച്ച് ചെയ്തിരുന്നു കോളേജിനെ പറ്റി. നമ്മളിവിടെ വരാൻ മുമ്പ് നമുക്ക് എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടി വരും. ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായി. അപ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ ആ ഒരു മൈൻഡിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഒരു കോളേജ് ഉണ്ട്. അതിനേക്കാളും വളരെയധികം ഉഷാറായിട്ടാണ് കോളേജ് തോന്നിയത്. ക്യാമ്പസ് ആയാലും എന്താ പറയുക, ക്ലിനിക്സ് ആയാലും നല്ല രീതിയിൽ നമുക്കുണ്ട്. ക്ലിനിക്സ് തന്നെ എന്താ പറയുക, ഒരു 10-14 ബിൽഡിങ്ങോളം ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഒരു 14 ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള വലിയൊരു ഏരിയ ക്ലിനിക്സിന് വരും. ഇവിടുത്തെ ക്ലാസ്സും നമ്മുടെ നാട്ടിലേക്കാട്ടും ഫസ്റ്റ് ഇയർ മുതൽ നമുക്ക് ക്ലിനിക്സ് തുടങ്ങും. അതേപോലെ തന്നെ ഒരു ഡെയിലി എക്സാംസ്, വൈവ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സോ നമുക്ക് ഓരോ ഡേ ചാപ്റ്റർ കഴിയുന്നതോറും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എടുത്ത ചാപ്റ്റേഴ്സും. അതേപോലെ നമ്മളൊന്ന് റിവൈസ് ചെയ്തു പോകും. കാരണം വൈവയും ടെസ്റ്റിൽ നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ പ്രിപ്പയർ ആവും. ക്യാമ്പസ് പറയുന്ന സമയത്ത് ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എക്സ്പെക്ട് ചെയ്തതിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് തോന്നി. എന്തുകൊണ്ടാണ് തഷ്കന്ത് എടുക്കാൻ കാരണം? മൊത്തത്തിൽ നോക്കുമ്പോൾ ഏറ്റവും ടോപ്പായിട്ടുള്ള ഉസ്ബെക്കിസ്ഥാനിൽ വരികയാണെങ്കിൽ ഞാൻ പറയും ഞങ്ങൾ TMA ചൂസ് ചെയ്യണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഞാൻ പറഞ്ഞു, ക്യാമ്പസ് ആയാലും ക്ലിനിക്സ് ആയാലും നല്ല രീതിയിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു കോളേജാണ്. ബേസ്ഡ് ഓൺ സീനിയേഴ്സ്, ഞാൻ വരുന്ന മുമ്പ് സീനിയേഴ്സിന് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സീനിയേഴ്സ് നല്ല എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചൂസ് ആക്കുന്ന കാര്യം. എങ്ങനെയുണ്ട് തഷ്കന്ത്? അടിപൊളിയാണ്, വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ അടിപൊളിയാണ്. ഇവിടെ വരുന്നതിൻ്റെ മുന്നേ, ഈ കോളേജ് ചൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ റിസർച്ച് ചെയ്യുമല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ റിസർച്ച് ചെയ്ത് ഈ കോളേജ് എടുക്കാമെന്ന് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ റിസർച്ചിനുള്ള ഇൻഫർമേഷൻസ് എങ്ങനെയായിരുന്നു കിട്ടിയത്? കുറച്ച് ഞാൻ റിലേറ്റീവ്സ് ഉസ്ബെക്കിസ്ഥാനിൽ വന്നവരുണ്ട്. അവർ ഇതേ യൂണിവേഴ്സിറ്റി തഷ്കന്തിൽ തന്നെയാണോ? അല്ല, ഫർഗാനയിൽ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അവൾ പറഞ്ഞത് ഫർഗാന വരുന്നതിനേക്കാൾ നല്ലത് തഷ്കന്ത് പോയിക്കോ, ഓക്കെ, കുറച്ചും നല്ലത് ചൂസ് ചെയ്യാം, അത് നല്ലത് എന്നാണ് അവൾ പറഞ്ഞത്. എന്തായിരുന്നു റീസൺ പറഞ്ഞത്? റീസൺ പറഞ്ഞത് ഒന്നാമത് ക്യാമ്പസിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ടോപ്പായിട്ട് വരുന്നത് തഷ്കന്ത് തന്നെയാണ്. ഓക്കെ. പിന്നെ ഞാൻ നിങ്ങളെ വീഡിയോസും കണ്ടിരുന്നു. 4 ഡിഗ്രീൻ്റെ തോന്നുന്നു യൂട്യൂബിൽ ആകെ ഒറ്റ ഒരു വീഡിയോ തന്നെ ഉള്ളൂ. അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒറ്റ വീഡിയോ 4 ഡിഗ്രീൻ്റെ വരുന്നുള്ളൂ. അതിന് TMAൻ്റെ വീഡിയോ കണ്ടിരുന്നു. വേറെ ഏതെങ്കിലും രാജ്യം നോക്കിയിട്ടുണ്ടായിരുന്നോ? വേറെ ഞാൻ ഈജിപ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. കസാഖിസ്ഥാൻ. ഈജിപ്റ്റ് എടുക്കാതിരുന്നത്? ഈജിപ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ അഡ്മിഷൻ ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്ലൈ ചെയ്ത് പക്ഷേ അഡ്മിഷൻ ക്ലോസ്ഡ് ആയി. കസാഖിസ്ഥാനിൽ പറഞ്ഞാൽ FMG ക്വാളിഫിക്കേഷൻ ഇതായിരുന്നു, എന്താ പറയുന്നത്, ലോ ആയിരുന്നു. FMG ക്വാളിഫിക്കേഷൻ, അതായത് FMG പാസ് റേറ്റ്. ജോർജിയ ഉസ്ബെക്കിസ്ഥാനായിരുന്നു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതെ, ജോർജിയ കമ്പയർ ചെയ്യുമ്പോൾ ഉസ്ബെക്കിസ്ഥാൻ കുറച്ചും കൂടെ അഫോർഡബിൾ ആയി തോന്നി. പിന്നെ ക്ലിനിക്കൽസ് ഒക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഇയർ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഉസ്ബെക്കിസ്ഥാൻ തന്നെ നല്ലത്. ഈജിപ്ത്, മോൾഡോവ ഒക്കെ നോക്കിയിരുന്നു. കുറച്ചും കൂടി എക്സ്പെൻസ് അവിടെ കൂടുതലാണ്. എന്നാൽ ഞാൻ പറയും, ഉസ്ബെക്കിസ്ഥാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സ്പെൻസ് കുറവാണ്, എന്നാൽ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും കാര്യങ്ങളും ഉണ്ടാകുന്നില്ല. മോൾഡോവ എക്സ്പെൻസ് ആയതുകൊണ്ട് മാത്രമാണോ ഒഴിവാക്കിയത്? അതെ, എക്സ്പെൻസ്. ഈജിപ്ത് ഏകദേശം ആ റീസൺ കൊണ്ട് തന്നെയായിരുന്നു. പിന്നെ എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവർ വന്ന് നല്ലൊരു റിവ്യൂ വന്നുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത്. ക്ലാസ് എങ്ങനെയാണ്? രാവിലെ ടൈമിംഗ് എങ്ങനെയാണ് ഉണ്ടാവാറ്? ഒരു ഫിക്സഡ് ടൈം ഇല്ല, എങ്കിലും മിക്ക ക്ലാസ്സസും രാവിലെ ആണെങ്കിൽ 8 മണിക്ക് ഉണ്ടാവും. പിന്നെ ഓരോ ദിവസം അത് ഡിപ്പെൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ഒരു ദിവസം ഒരു ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ്. ക്ലാസ്സുകൾ മനസ്സിലാവാറുണ്ട്, അണ്ടർസ്റ്റാൻഡബിൾ ആണ്? ക്ലാസ് ഫുൾ ഇംഗ്ലീഷിലാണ് കൂടുതൽ, അല്ലെങ്കിൽ ഇങ്ങനെ സ്ലൈഡ് മാറ്റി പോകുന്നത്? അല്ല, ക്ലാസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ അവർ ഇംഗ്ലീഷിലാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ നിന്നും അതേപോലെ കുറേ കൺട്രീസിൽ നിന്നും സ്റ്റുഡൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർ ഇംഗ്ലീഷിൽ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ നമുക്ക് കാര്യമായിട്ട് വരുന്ന സബ്ജക്റ്റ് പറഞ്ഞാൽ അനാട്ടമിയാണ്. മനസ്സിലാക്കാൻ പ്രയാസം? മനസ്സിലാക്കാൻ
പ്രയാസമില്ല, കാരണം ടീച്ചേഴ്സൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അല്ല, നമുക്ക് പഠിക്കാൻ പ്രയാസമുണ്ടോ അനാട്ടമി? പഠിക്കാൻ ഫസ്റ്റ് ടൈം ഒരു പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മുടെ വൈവയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുവേണ്ടി നമ്മളൊന്ന് എക്സ്ട്രാ പഠിക്കും. Anatomy based, they give us the body parts. Like for if they're teaching humerus, they give you the humerus and they explain the different parts. Okay. And then for med bio, they give you the textbook and they explain in class. For the first topic was microscope. The sir brought the microscope to the class. He explained the different parts, how it functions. ക്ലാസ്സിൽ മലയാളികൾ മാത്രമേ ഉള്ളൂ? അല്ലല്ല, മിക്സഡ് ആണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, പിന്നെ മറ്റ് സ്റ്റേറ്റ്സിൽ ഇപ്പോൾ തമിഴ്നാട്, കർണാടക, തെലങ്കാന ഇവിടെ നിന്നൊക്കെയുള്ള കുട്ടികളുണ്ട്. എൻ്റെ ബാച്ചിലും തമിഴ് പീപ്പിൾ ഉണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ട്. മെജോറിറ്റി മലയാളീസാണ്. ഇന്റർനാഷണൽ ബാച്ചിന് വേറെ ക്ലാസ്സുകളായിട്ടാണ് അവർ അറേഞ്ച് ചെയ്യുന്നത്. ഇന്റർനാഷണൽ മീൻസ് ഇന്ത്യൻസിനെ അവർ വേറെ ബാച്ചാക്കി വെക്കും. എങ്ങനെ ബാച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നത്? എത്ര കുട്ടികൾ ഒരു ബാച്ചിൽ ഉണ്ടാവാറ്? ഒരു ബാച്ചിൽ മെയിൻലി 15 സ്റ്റുഡൻസാണ് ഉണ്ടാവാറ്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ 2-3 ബാച്ച് ബാച്ച്. ഓക്കെ. മൊത്തം കംപ്ലീറ്റ് മലയാളീസാണ്. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താ ചെയ്യുന്നത്? എത്ര മണിക്കൂർ ക്ലാസ് ഉണ്ടാവും സാധാരണ? വീക്ക്ലി ഒരു 2 hour, മാക്സിമം പോയാൽ ഒരു 3 hour വരെ ഉണ്ടാവും. അതിലൊരു ഡേ കുറച്ചധികം ഉണ്ടാവും. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഹോസ്റ്റലിലേക്ക് വരും. എല്ലാ ദിവസവും 2 മണിക്കൂർ? എല്ലാ ദിവസവും. ഓക്കെ. ഇന്ത്യൻ ടീച്ചേഴ്സ് ഉണ്ട് അവിടെ? ഇന്ത്യൻ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. റഷ്യൻസ് ആണോ ടീച്ചേഴ്സ് ഉള്ളത്? അല്ല, അധികം ഉസ്ബെക്കി ടീച്ചേഴ്സാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഇംഗ്ലീഷ് തന്നെ സംസാരിക്കും. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ്. ലാംഗ്വേജ് ക്ലാസ്സുകളുണ്ട് നമുക്ക്. ഇപ്പോൾ ലാറ്റിന് ഫസ്റ്റ് ഇയർ നമുക്ക് വരുന്നത് ലാറ്റിന്, അതേപോലെ ഉസ്ബെക്ക്, റഷ്യൻ, ഇത് 3 വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടീച്ചേഴ്സ് സ്വാഭാവികമായിട്ട് ക്ലാസ് ആ ലാംഗ്വേജിന് ബേസ് ചെയ്തിട്ടാവും എടുക്കുക. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ സാധാരണ ഒരു ബിഹേവിയർ ഉണ്ടാവാറുണ്ട്, അതായത് ക്ലാസ് കയറിയില്ലെങ്കിൽ അവർ ഇൻറ്റേർണൽ മാർക്ക് കുറക്കുന്നതായിട്ടും കാര്യങ്ങളൊക്കെ? ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പം ഒരു ക്ലാസ്സിന് ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് റീവർക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ അത് അവർക്ക് എന്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ടീച്ചറിനെ കോൺടാക്ട് ചെയ്യാൻ ടെലിഗ്രാം വഴിയോ അതേപോലെ ഏതിലാണെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്തേനെ അവർ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരും നമുക്ക്. അപ്പോൾ നമ്മൾ അവരോട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ എങ്ങനെയാണ്? അവർ ഭയങ്കര സപ്പോർട്ടീവാണ്. ഡൗട്ട് നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ചാണ് അവർ കൂടുതൽ പോയിന്റ്സ് നമുക്ക് പറഞ്ഞു തരും. നമ്മളങ്ങോട്ട് ഒരു ഇത് കാണിച്ചാൽ മതി, കാണിച്ചാൽ അത് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ അവർ പഠിപ്പിക്കും. അതെ, രീതിയിലാണ് അവർ നമുക്ക് ജസ്റ്റ് എന്താ പറയുക, FMG ലെവലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ അതിനനുസരിച്ചുള്ള ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് മുതൽ ആ ലെവലുള്ള ക്ലാസ് അവർ കൊടുക്കുക. എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തന്ന് ആ ലെവലിലെ ക്ലാസ് അവർ എടുത്തു തരും. ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ എങ്ങനെയാണ് ഇവിടെ വരുന്നത്? എന്തെങ്കിലും നോക്കിയിട്ടുണ്ടായിരുന്നോ? നമുക്ക് ഡോക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് പീഡിയാട്രിക്സ് ഇൻറ്റേർണൽ മെഡിസിൻ്റെ ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞു, ഞങ്ങളുടെ സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെ മാം വന്നിട്ട് ഡോക്ടറാണ്, ആൾ നോക്കുന്നുണ്ട് പേഷ്യൻസിന് അതിൻ്റെ ഒപ്പം. അപ്പോൾ നമ്മൾ ക്ലാസ്സിൻ്റെ ഇടയിൽ ചിലപ്പോൾ പേഷ്യൻസ് ചിലപ്പം വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ബുക്സ് ഒക്കെ ഏതാ റെഫർ ചെയ്ത്? ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ആണോ അല്ലെങ്കിൽ റഷ്യൻ ഓതേഴ്സിൻ്റെ ആണോ? ഇന്ത്യൻ ഓതേഴ്സിനാണ്. ഏതൊക്കെയാണ് ഇപ്പോൾ അനാട്ടമിക്ക് ഏതാ റെഫർ ചെയ്യുന്നത്? അനാട്ടമിക്ക് BD ചൗറേഷ്യ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ നമ്മുടെ ടീച്ചേഴ്സ് വന്ന ചില ബുക്സ് ഉണ്ട്, PDF ആയിട്ടാണ്. അപ്പോൾ സൈനൻഡിക്കോ എന്ന് പറഞ്ഞ അനാട്ടമിക്ക്. നമുക്ക് ഹോസ്റ്റലിൽ തന്നെ ഫുൾ ടൈം ലൈബ്രറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്ത്യൻ ബുക്സ് അവൈലബിൾ ആണ്. സോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിന് മിക്കവാറും എല്ലാ ക്ലാസ്സസിലും PDF അയച്ചു തരും, നോട്ട്സ്. അത് നോക്കിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ടെക്സ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ ലൈബ്രറി ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് എടുക്കാം. എക്സാമിനേഷൻ എങ്ങനെയുണ്ട്? നമുക്ക് ബയോഫിസിക്സ് അതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡെയിലി ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ പീഡിയാട്രിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ വൈവ, പിന്നെ റഷ്യൻ ലാംഗ്വേജസ് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, ഡെയിലി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബയോഫിസിക്സ് നിങ്ങൾക്ക് ഫൈനൽ എക്സാം ഉണ്ടാവും? ബയോഫിസിക്സ് എനിക്കറിയില്ല. ലാംഗ്വേജിന് ഫൈനൽ എക്സാം ഇല്ല, ബാക്കിയുള്ളതിനൊക്കെ ഫൈനൽ എക്സാം ഉണ്ടെന്നാണ് അറിയുന്നത്. എക്സാം ആയിട്ട് ഉണ്ടാവുന്നതാണ് അറിയാൻ കഴിയുന്നത്. ഫൈനൽ എക്സാം നിങ്ങൾക്ക് വരുന്ന റിട്ടേൺ ടെസ്റ്റ് ആണോ അല്ലെങ്കിൽ MCQ ആണോ? MCQs ആണ് കൂടുതൽ ഉണ്ടാവുന്നതാണ്. MCQ ആണോ? വൈവ MCQ ആയിരിക്കും അല്ലേ? വൈവ തിയറി ഉണ്ട്, റിട്ടേൺ ഉണ്ട്, പിന്നെ നമുക്ക് അവർ ചോദിച്ചിട്ട് ആൻസർ ചെയ്യാനുള്ള ആ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റിട്ടേണായി എഴുതി, പിന്നെ ആ എഴുതിയ കാര്യം അവർ ചോദിക്കും, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അത്യാവശ്യം ടഫാണ് വൈവ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. വൈവ എങ്ങനെയാണ്? വീക്കിലി ആണോ അല്ലെങ്കിൽ മന്ത്ലി ആണോ? അത് ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടാണ്. മാം എങ്ങനെ വെച്ചാൽ ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വൈവ ഓരോ കുട്ടികളായിട്ട് ചെയ്യണം. പാസ്സായിട്ട് അടുത്ത ചാപ്റ്റർ എടുക്കണം.
എങ്ങനെയുണ്ട് ക്ലിനിക്കൽസിന് പോയിരുന്നാ? ഒരു സബ്ജക്റ്റ് ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിനിക്സിൽ എനിക്കിപ്പോൾ ഇന്റേണൽ മെഡിസിൻ തുടങ്ങി ക്ലിനിക്കിൽ. അപ്പോൾ ഫസ്റ്റ് ഇയർ ആണ്. ഫസ്റ്റ് ഇയർ മുതൽ ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതാണോ പഠിപ്പിച്ചത് അന്നേരം പോയിട്ട് നമുക്ക് അതിന് അവരെ പേഷ്യൻസിനെയും കാര്യങ്ങളും കാണിച്ചു തരും. നമ്മൾ പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു, പൾസ് നോക്കാനും ബ്ലഡ് പ്രഷർ നോക്കാനും ഒക്കെ പഠിപ്പിച്ചു. പക്ഷെ നമ്മൾ സ്വയമായിട്ട് ചെയ്യുന്നില്ല. തേർഡ് ഇയർ മുതൽ ആയിരിക്കും. ഫസ്റ്റ് ഇയർ മുതൽ വരെ നമുക്ക് ക്ലിനിക്സിന്റെ ഒരു എക്സ്പീരിയൻസ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ തുടങ്ങിയത് തെറാപ്യൂട്ടിക്സ് ആണ്. തെറാപ്യൂട്ടിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമാണ് നമുക്ക് ക്ലിനിക്സ് ഉള്ളത്. അത് ജസ്റ്റ് നമ്മൾ ഞങ്ങളുടെ ഫ്ലോറിൽ മുഴുവനുള്ള രോഗികളെ വിസിറ്റ് ചെയ്യും. നമുക്ക് പേഷ്യൻസിനെ ടച്ച് ചെയ്യാൻ പറ്റുമോ ക്ലിനിക്സിൻ്റെ സമയത്ത്? ടച്ച് ചെയ്യാൻ പറ്റും, പക്ഷേ അത് ചോദിച്ചാൽ. പക്ഷേ സീരിയസ് കേസ് ആണെങ്കിൽ കിട്ടില്ല. പക്ഷേ നോർമൽ മാനേജബിൾ കേസ് ആണെങ്കിൽ പിടിക്കാൻ തരും. ഹോസ്പിറ്റലിലാണോ അല്ലെങ്കിൽ ക്ലിനിക്കൽസ് ഉണ്ടാവില്ല ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ നമ്മളെ താഷ്കന്റ് കോളേജിന്റെ ക്ലിനിക്സിൽ തന്നെയാണ് നമ്മളെ ക്ലിനിക്സിന്റെ ക്ലാസ്. കോളേജിന്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ക്ലിനിക്സിൽ ഈ ലാംഗ്വേജിന്റെ പ്രശ്നം ഉണ്ടായിരുന്ന? ഇല്ല, ക്ലിനിക്സിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ നമ്മൾ കയറുകയാണെങ്കിൽ തന്നെ ഒന്നെങ്കിൽ ലാംഗ്വേജ് അറിയുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളൊപ്പം നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, അപ്പോൾ അവർ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നും. കോളേജിലുള്ള ലാബും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലാബൊക്കെ നമുക്കിപ്പോൾ ലാബ്സ് ഇല്ല. ഫസ്റ്റ് സെമ്മിലില്ല, നെക്സ്റ്റ് സെമ്മിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സബ്ജക്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടില്ല നമുക്ക്. പക്ഷേ ലാബ്സ് കാണുമ്പോൾ ഇതുണ്ട്, ഫങ്ഷണാലിറ്റി ഒക്കെ ഉണ്ട്. എന്തായാലും ശനി ഞായറൊക്കെ ലീവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഫുട്ബോളോ ക്രിക്കറ്റോ ബാസ്കറ്റ്ബോളോ അങ്ങനെ എന്തെങ്കിലും കിട്ടാറുണ്ടോ? ആ കാര്യത്തിൽ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് അസോസിയേഷൻ ആണെങ്കിലും ഉഷാറാണ്. ഇപ്പോൾ ഞങ്ങൾക്കൊരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കഴിഞ്ഞു, ഫുട്ബോൾ ടൂർണമെൻറ്റ് കഴിഞ്ഞു. ഇനിയും കുറേ പരിപാടികൾ വരാണ്ടെന്നാണ് പറയുന്നത്. ദിവാലിൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതിന് താല്പര്യമുള്ളവർക്ക് അതിന് സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു സെലിബ്രേഷനൊക്കെ വരുമ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാം. അതിനിങ്ങനെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമുള്ള ആൾക്കാർക്ക് പോയിട്ട് അറ്റൻഡ് ചെയ്യാം. നോർമലി കളിക്കാറുണ്ട് അവിടെ നിങ്ങൾ? സാധാരണ നമ്മൾ ഞായറാഴ്ചകളിലൊക്കെ പോയി കളിക്കുന്നവർ കളിക്കാറ്? ഇപ്പോൾ ഇവിടെ നമുക്ക് ഹോസ്റ്റലിനുള്ളിൽ തന്നെ നമുക്ക് ഒരു ടർഫ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ കളിക്കാതെ? ഞങ്ങൾക്ക് കളിക്കാം. ബാസ്കറ്റ് ബോളിൻ്റെ ഗ്രൗണ്ട് ഉണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ, ബാഡ്മിൻ്റൺ ഒക്കെ ഒരു ഏരിയ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഒന്നും കൂടി വൈഡായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് അത്യാവശ്യം വലിയ ഗ്രൗണ്ടും ഇൻഡോർ ഫുട്ബോൾ, നമ്മുടെ ജിമ്മ് ഒക്കെ ഉണ്ട്. ഹോസ്റ്റൽ എങ്ങനെയുണ്ട് ഇവിടെ? ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ? ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ലക്ഷറി അല്ല, പക്ഷേ കംഫർട്ട് ലെവൽ തരുന്നൊരു ഹോസ്റ്റലാണ്. പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്. റൂമെല്ലാം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ കബോർഡ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റഡി ടേബിള്, ചെയർ, ബെഡ് എല്ലാം എല്ലാ ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള റൂമാണ്. 8 പേര് ഒരു റൂമിൽ. താഴെ പോയാൽ ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈബ്രറിയിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഐപാഡ്, നല്ല ഇപ്പോൾ പുതിയ പുസ്തകങ്ങളൊക്കെ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളുണ്ട്. ഓക്കെ. പിന്നെ യൂണിവേഴ്സിറ്റി മൊത്തം വൈഫൈ കിട്ടുന്നുണ്ട്, ഫ്രീ ആണ്. അങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. അതായത് ഇവിടുത്തെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫുള്ള് റൂമിൽ മലയാളികളാണോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ആണോ? എൻ്റെ റൂമിൽ മലയാളീസ് ആണ് ഉള്ളത്. ചിലർ അങ്ങനെ അല്ലാതെ ഉണ്ട്, മിക്സായിട്ട് വരുന്ന റൂമുകളുണ്ട്. ഇവിടെ റൂമിൻ്റെ എങ്ങനെയുണ്ട്? ക്ലീനിങ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്യാറാണോ? ക്ലീൻ ചെയ്യാൻ ആൾക്കാർ വരാറുണ്ട്. എന്താ പറയുക, 1.5 ആകുമ്പോൾ ഒരു നമ്മളെ എന്താ പറയുക ബാത്റൂംസും ടോയ്ലറ്റ്സൊക്കെ ക്ലീൻ ചെയ്യാനൊരു ആൾ വരും. അതേപോലെ തന്നെ നമ്മുടെ റൂം ക്ലീൻ ചെയ്യാനിപ്പോൾ 2 പേരായിട്ട്. റൂം ഷെയറിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സിംഗിൾ ഷെയറിംഗ് ആണോ 2 ഷെയറിംഗ് ആണോ? റൂം എങ്ങനെ വെച്ചാൽ ഒരു റൂമിൽ 2 സെക്ഷനായി കണ്ടാണ്. അതിൽ ഒരു സെക്ഷനിൽ 4 പേര്, മൊത്തത്തിൽ 8 പേരാണ് റൂമിലുണ്ടാവും. ഓക്കെ. ദിസ് വൺ ഉസ്ബെക്കി ഫുഡ് എങ്ങനെയുണ്ട്? ഉസ്ബെക്കി ഫുഡ് ചിലത് നമുക്ക് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടില്ല. ഇല്ല. ആകെ ബിസ്റ്റേക്സ് മാത്രമേ വെറൈറ്റി ആയിട്ട് കഴിച്ചിട്ടുള്ളൂ, അത് ഇഷ്ടമായി. പുതിയ ഫുഡ് കഴിക്കാൻ ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ വന്നാൽ കുറേ വെറൈറ്റി ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ എന്താ പറയുക ദേശീയ ഫുഡ് എന്ന് പറയാൻ വേണ്ടി പുലാവാണ്. പുലാവ് ഇഷ്ടപ്പെട്ടു, കൂടുതലായിട്ട് കഴിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടില്ല സാധനം. ഫസ്റ്റ് ടൈം കഴിച്ചപ്പോൾ ഒരു അത്ര ഒരു സാധനം തോന്നിയില്ല. പക്ഷേ നമ്മളെ ഈ ക്ലൈമറ്റിനും ഇതിനൊക്കെ പറ്റിയൊരു ഫുഡാണ്. സംസ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. പിന്നെ അടുത്ത് നമ്മുടെ എന്താ പറയുക ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ടുണ്ട്, താഷ്കന്തിൽ തന്നെ ഒന്നുണ്ട്, കാർവൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുന്ന് ബിരിയാണി അങ്ങനത്തെ ഒക്കെ കഴിക്കാൻ പറ്റും. ഇന്ത്യൻ ഫുഡ് മിസ് ചെയ്യുന്നുള്ളൊരു പേടിയും വേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ കേരള ഫുഡ് കിട്ടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതാണ് കഴിക്കുന്നത്. സെൽഫ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താ?
ചെയ്തിട്ടുണ്ട്. സെൽഫ് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. സെൽഫ് കുക്കിങ്ങിന് കിച്ചൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഫ്രിഡ്ജും ഓവനും സ്റ്റൗവും എല്ലാം ഉണ്ട്. ഇവിടെ ആണെങ്കിൽ മറ്റേ നോൺ സ്റ്റിക്ക് പാൻ അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അപ്പൊ നമ്മള് കുക്കർ എന്തായാലും കൊണ്ടുവരണം. കുക്കർ ഇവിടെ കിട്ടൂല. അപ്പൊ അതെന്തായാലും കൊണ്ടുവരാം. പിന്നെ നോൺ സ്റ്റിക്ക് പാൻ എന്തെങ്കിലും ഒന്ന് കൈ വെക്കണം, നല്ലതായിരിക്കും. എങ്ങനെയുണ്ട് ഉസ്ബെക്കിസ്ഥാനിലെ ലൈഫ്? ഉസ്ബെക്കിസ്ഥാനിലെ ലൈഫ് എന്താ അടിപൊളിയാണ്. വന്ന സമയത്തുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാം അഡ്ജസ്റ്റ് ആയി പൊരുത്തപ്പെട്ടു, നന്നായിട്ട് പോകുന്നു. ഉസ്ബെക്കിസ്ഥാൻ ആണെങ്കിലും നല്ല ഒരു സിറ്റിയാണ്. താഷ്കന്റ് സിറ്റി അടിപൊളിയാണ്, കാണാനും കുറേ ഉണ്ട്. നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാം. അതായത് ഉസ്ബെക്കിസ്ഥാനിൽ വേറെ സ്ഥലങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ താഷ്കന്റ് തന്നെയാണ് അടിപൊളി. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനൊക്കെ സേഫ് ആണ് ഉസ്ബെക്കിസ്ഥാൻ? ഉസ്ബെക്കിസ്ഥാൻ കമ്പാരിറ്റീവ്ലി ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സേഫാണ്. നമുക്ക് ഏത് സമയം വേണമെങ്കിലും പുറത്തിറങ്ങാം. അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. നോർമലി നമ്മളിപ്പോൾ തഷ്കന്തിലേക്ക് പോകാനും തിരിച്ചു വരാനൊക്കെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ഉണ്ടാവാറ്? നമ്മൾ ബസ്സോ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടാക്സിയോ യൂസ് ചെയ്യാം. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ബസ്സാണ്. കാരണം നമുക്ക് എവിടെ പോകണമെങ്കിൽ ഇവിടെ 2000 സോമ് കൊടുത്തു കഴിഞ്ഞാൽ റെഡിയാവും. നമ്മുടെ നാട്ടിലൊരു 10 to 13 rupees വരെ വരും. ഇവിടെ വന്നപ്പോൾ സ്ഥലമൊക്കെ അടിപൊളിയാണ്. പക്ഷെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു പ്രശ്നം. കാരണം നമുക്ക് ഇവിടെ കുറേ മെജോറിറ്റി പേർക്ക് ഇംഗ്ലീഷ് അറിയില്ല. കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അത്ര ഇംഗ്ലീഷ് അറിയുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല പാടുണ്ടായി. പിന്നെ നമ്മൾ യൂസ്ഡായി, ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് പോയി കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യം അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ എങ്ങനെ ലിവിങ് എക്സ്പെൻസ് ഒക്കെ എത്രമാത്രം വരുന്നുണ്ട്? ലിവിങ് എക്സ്പെൻസ് ഏകദേശം ഒരു ഇന്ത്യൻ്റെ പോലെ തന്നെയാണ്. കാരണം എക്സ്പെൻസ് മറ്റേ കുറവാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ പുറത്ത് നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിലൊക്കെ ഇന്ത്യയുടെ സെയിം സെയിം തന്നെയാണ്. ഒരു എന്താ പറയുക 100 to 150 രൂപയൊക്കെ എന്തായാലും. ഓക്കെ. ക്ലൈമറ്റിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമറ്റ് വന്ന സമയത്ത് ഭയങ്കര ഹാഷാണല്ലോ ഇവിടെ വന്ന ക്ലൈമറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഹെൽത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ? എന്തായാലും ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി വന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് എന്തായാലും അനുഭവപ്പെടും. ഇപ്പോൾ വിന്റർ സീസൺ അല്ലേ, അപ്പോൾ കുറച്ച് അഡാപ്റ്റ് ആവണം. അപ്പോൾ ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ ദുബായിലെ ചൂടല്ലേ, ഇവിടെ വന്ന് അഡാപ്റ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. സെക്കൻഡ് ഇയേഴ്സ് സീനിയേഴ്സൊക്കെ ഞങ്ങൾ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഒന്ന് അഡാപ്റ്റ് ആവും. ബുദ്ധിമുട്ട് നോക്കണ്ട, റെഡി ആവുമെന്നാണ് പറയുന്നത്. പിന്നെ കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് സെറ്റർ കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മാനേജ് ചെയ്തു പോകും. അതേ സമയത്ത് പനിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? പനി ഓഫ് കോഴ്സ് എന്തായാലും ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ഇവിടെ ഹോസ്പിറ്റൽസിലുള്ള ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നമുക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ കിട്ടുന്ന അതേപോലെ തന്നെ രീതിയിൽ അവർ എന്താ പറയുക നമ്മളെ കെയർ ചെയ്യും. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല മെഡിസിൻസ് ഒക്കെ കിട്ടും. പുറത്ത് എവിടെയെങ്കിലും കറങ്ങിയിട്ടുണ്ടായിരുന്നോ? അടുത്തുള്ള സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. ലീവ് കിട്ടുമ്പോൾ ഒക്കെ പുറത്ത് പോകാറുണ്ട് ഫ്രണ്ട്സുമായിട്ട്. മനോഹർ പാർക്ക്, പിന്നെ വരുന്നൊരു നല്ല സ്പോട്ടുകൾ വരുന്നത് മാജിക് സിറ്റിയാണ്. മാജിക് സിറ്റി, അതേപോലെ സിറ്റി പാർക്ക്, സ്ഥലങ്ങളൊക്കെയാണ് നല്ലൊരു നമുക്ക് എടുത്ത് പോകാൻ പറ്റിയ സ്ഥലങ്ങളുള്ളത്. ഇപ്പം നമ്മളൊരു മെഡിക്കൽ ഡോക്ടറാണ് അല്ലെങ്കിൽ MBBS പഠിക്കുകയാണെന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകളുടെ റിയാക്ഷൻ എങ്ങനെയുണ്ട്? അവരുടെ ഒരു പെരുമാറ്റം എങ്ങനെയാണ്? നമ്മൾ റെസ്പെക്റ്റ് ആണ്. ഒന്നാമത് ഇന്ത്യൻസിനോട് നല്ല റെസ്പെക്ട് ആണ്. സ്റ്റുഡൻസ് കാശ്മീർ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ അവർക്ക് ഭയങ്കര നല്ലൊരു എന്താ പറയാ നല്ല റെസ്പെക്ട് ചെയ്ത് തരുന്നുണ്ട്. ആൾക്കാരെല്ലാം നമ്മളോട് ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കും ഇന്ത്യൻസ് ആണോ, പിന്നെ നല്ല കാര്യമാണ് അവർ ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിക്കാറുണ്ട്. പഠിക്കാനാന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. പുറത്ത് പോകുന്ന സമയത്ത് ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ടോ അവിടെ? ഔട്ടിലേക്ക് പോകുന്ന സമയത്ത്? അല്ല, മോസ്റ്റ്ലി ദ people in the low age group between 20 to 30 they know English. Above 30 it's like older people അവരുടെ ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. ഇവിടെ ഉസ്ബെക്കി ഫ്രണ്ട്സിനെ കിട്ടിയ? ഉസ്ബെക്കി ഫ്രണ്ട്സ് ഇതുവരെ ആയിട്ടില്ല, എന്നാലും ചിലരെയൊക്കെ കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. ആളുകൾ ഫ്രണ്ട്ലിയാ, ഇംഗ്ലീഷ് അറിയുന്നെങ്കിൽ ഹെൽപ്പ് ചോദിച്ചൊക്കെ ഹെൽപ്പാക്കി തരും. പീപ്പിളൊക്കെ നൈസാണ്. റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതെ, ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി വരാനുള്ള കുട്ടികളോട് പറയാനുള്ള എന്താണ്? ശരിക്കും നമ്മൾ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യണോ ശരിക്കും, അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ ഡയറക്റ്റ് +2 കഴിഞ്ഞ പാട് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുമല്ലോ, അത് കഴിഞ്ഞിട്ട് നേരെ വരികയാണോ? ഏതാണ് നല്ലത് ശരിക്കും? ഡയറക്റ്റ് +2 കഴിഞ്ഞ് നീറ്റ് എഴുതി അതിൽ ക്വാളിഫൈ ചെയ്ത് വരുവാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നാട്ടിൽ നമുക്കിപ്പോൾ അറിയാം ഇങ്ങനെ ഭയങ്കര ടഫ് കോമ്പറ്റീഷനായിട്ട് വരുമല്ലേ. അപ്പോൾ പിന്നെ വെറുതെ ഇയർ ബാക്ക് ആവണ്ട. എന്താണ് നാട്ടിൽ ട്രൈ ചെയ്യാം. നമുക്ക് നമ്മുടെ ലക്ക് അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക വേറെ നല്ലൊരു ഓപ്ഷൻ എപ്പോഴും അബ്രോഡാണ്. ഉസ്ബെക്കിസ്ഥാൻ
സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു മനസ്സ് വെച്ചിട്ട് മൈൻഡ് സെറ്റിൽ വന്നാൽ മതി. ഇവിടെ എബ്രോഡ് ആയതിനെ കൊണ്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഉഴപ്പി നടക്കുക അങ്ങനെ ഒരു രീതിയല്ല ഇവിടെ. നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ് ആയാലും പിന്നെ ക്ലാസ്സസ് ആയാലും ഒക്കെ ഇങ്ങനെ നല്ല സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി പഠിച്ചു പോകുന്ന ആ ഒരു രീതിയിൽ അങ്ങനെ മൈൻഡ് സെറ്റ് ആക്കിയിട്ട് വരുന്നതായിരിക്കും ബെറ്റർ എന്ന് വിചാരിക്കുന്നു. അബ്രോഡ് ചൂസ് ചെയ്തതിൽ റിഗ്രറ്റ് എന്തെങ്കിലും ഉണ്ടോ? റിഗ്രറ്റ് എന്ന് പറയാനൊന്നുമില്ല. പക്ഷേ നാട്ടിൽ നമ്മൾ വീട് നിന്നൊക്കെ മിസ് ചെയ്യും. അത് ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ തണുപ്പുള്ളൊരു കാലാവസ്ഥ ഉണ്ട് എന്നുള്ളേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ഒരു ഡോക്ടർ ആവാന്നുള്ളൊരു എന്താ പറയുക, ആത്യന്തികമായി നമ്മൾ ഡോക്ടർ ആവുമല്ലേ, എന്തായാലും കുറച്ച് സാക്രിഫൈസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വന്ന ടൈമിലൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ തന്നെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഫാമിലിയായിട്ട് കൂടുതൽ അറ്റാച്ചായി നിൽക്കുന്നവർക്ക് ഓഫ് കോഴ്സ് നല്ല വിഷമം ഉണ്ടാവും. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ട എന്തെങ്കിലും ഇൻഫർമേഷൻസ്? വേറെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്ലാസ്സുകൾ ഇങ്ങനെ ഇതിൻ്റെ ലെവലായിട്ട് പോകും. നമ്മളിപ്പോൾ FMG ഒക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു മിനിമം ഒരു 3rd ഇയർ മുതലെങ്കിലും അതിനും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോകണം. അപ്പോൾ അത് നമ്മളെ മനസ്സിലെപ്പോഴും വേണം. കാരണം ഇവിടുത്തെ എക്സാം ഉണ്ട്, അത്യാവശ്യം ടഫ് ഉണ്ട്. പക്ഷേ FMG നമുക്കറിയാം അത്യാവശ്യം ലെവൽ വരുന്ന ഒരു എക്സാമാണ്. അതെ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേറെ USMLE ലാബ് ആ ലെവലൊക്കെ നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം എന്നുള്ളവർ, അതൊക്കെ അങ്ങനെ എക്സാം എഴുതണം എന്നുള്ളവർ 3rd ഇയർ മുതലെങ്കിലും ആ ഒരു പ്ലാനിൽ പഠിച്ചു പോകുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണൊക്കെ പറയാം. ശരി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.